വരെ ഗുഡ് മോർണിംഗ്. ജസ്റ്റ് തോട്ടത്തിലേക്കൊന്ന് വന്നിരിക്കുവാണ്. പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഒരു 5-6 തെങ്ങുണ്ട്. അപ്പോൾ തേങ്ങ വല്ലതും വീണ് കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട്. നമ്മളിവിടെ അധികം ശ്രദ്ധിക്കാത്തത് കൊണ്ട് തേങ്ങ വീണാൽ തന്നെ ഇവിടെ ഈ ആടും മാടൊക്കെ മേയ്ക്കാൻ വരുന്നവരൊക്കെ തേങ്ങയൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് വന്നതാണ്. ഒരുപാട് നാളായിട്ട് അങ്ങോട്ട് വന്നിട്ട്. ഇതാണ് നമുക്കുള്ള വഴി. ഫുള്ള് റബ്ബർ കാടുകളും അതുപോലെ തെങ്ങും പരിപാടികളൊക്കെയാണ്. ഈ പരിസരത്തൊന്നും അങ്ങനെ കാര്യമായിട്ട് വീടുകളൊന്നുമില്ല. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് വീടുകളുണ്ട്. പക്ഷേ ഇത്രയും ഉള്ളേരിയയിൽ അങ്ങനെ കാര്യമായിട്ട് വീടുകളൊന്നുമില്ല കേട്ടോ. നമുക്കിവിടെ വരാനും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ടൈമില്ലാത്തതുകൊണ്ട് എങ്ങനെ കിടക്കുവാണത്. തെങ്ങുമട്ടകളൊക്കെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചെറിയ തോട്ടം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചെറിയൊരു ഏരിയ ആണത്. ഈ കാണുന്ന തെങ്ങൊക്കെ നമ്മുടെയാണ്. ഉണ്ടോ? അത്യാവശ്യം തേങ്ങയുണ്ട്. എന്തായാലും ഒരു വിഷു ടൈമൊക്കെ ആകുമ്പോഴേക്കും ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയാവും തോന്നുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ 2 തെങ്ങുണ്ടായിരുന്നു കേട്ടോ. അതിൽ അത്യാവശ്യം നല്ല തേങ്ങ ഉണ്ടായിരുന്നു. പക്ഷെ അത് തെങ്ങിൻ്റെ അടിഭാഗമൊക്കെ ഏതാണ്ട് ഇങ്ങനെ ദ്രവിച്ചു തുടങ്ങിയപ്പോൾ ഇനിയിപ്പോൾ കാറ്റും മഴയും വരുമ്പോൾ പൊട്ടി വേണ്ടാന്ന് കരുതിയിട്ട് മുറിച്ച് കളഞ്ഞു. ഇപ്പം നമുക്ക് തേങ്ങയ്ക്ക് ഇങ്ങോട്ട് തന്നെ വരണം. അതിനകത്ത് അത്യാവശ്യം തേങ്ങയൊക്കെ ഉണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന ആളാണ് ഈ കിടക്കുന്നത്. കുറേ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇത് കണ്ടോ? ഇതെവിടെയൊക്കെ ഇഷ്ടം പോലെ കുരുമുളക് വീണ് കിടക്കുന്നുണ്ട്. ഇത് കവറെടുത്തതാണെങ്കിൽ കുറച്ച് കുരുമുളക് പേർക്കായിരുന്നു. ഒത്തിരി വീണ് കിടക്കുന്നുണ്ട്. കുരുമുളകിനൊക്കെ നല്ല വിലയാണ്. ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ തന്നെ കിലോയ്ക്ക് 1050 രൂപയ്ക്കാണ് കുരുമുളകിൻ്റെ വിലയെന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലും ഉണ്ട് കേട്ടോ. വീട്ടിൽ ഏതാണ്ട് ഒരു 2-3 കിലോ കുരുമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൊടുക്കാനൊന്നുമില്ല, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. നല്ല പ്രശാന്തമായൊരു സ്ഥലമാണ് കേട്ടോ ഇത്. കണ്ടോ? നോക്കിയേ എന്തോരം കുരുമുളകാണ്. ഒരുപാട് കുരുമുളക് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ചപ്പിൻ്റെ ഇടയിലൊക്കെ ധാരാളം കുരുമുളക് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. നോക്കിയേ, കണ്ടോ? ഒരുപാട് കുരുമുളകുണ്ട്. ഒരു സഞ്ചി കൊണ്ടുവന്നാണെങ്കിൽ കറക്റ്റായി. ഓരോ തരി കുരുമുളകും വളരെ വിലപ്പെട്ടതാണ്. ലീവിന് വരുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരണം എന്ന് വിചാരിക്കും. പക്ഷേ മടി പിടിച്ച് അങ്ങനെ ഇരിക്കും. പിന്നെ ഒന്നാമത് വെയിലൊക്കെ ആയപ്പോൾ പുറത്തിറങ്ങാൻ തന്നെ മടിയാണ്. വീടിനകത്തും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അമ്മാതിരി ചൂടാ. എൻ്റെ അടിയിലൊക്കെ ഉണ്ട് കേട്ടോ. അതാണ്ട ഈ കരിയില വീണിട്ടേ ഒന്നും കൂടെ കാണാൻ പറ്റുന്നില്ല. അടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ തേക്കിൽ നിറഞ്ഞു. വരുമ്പോൾ ഒരു കവർ കൊണ്ടുവന്നാൽ മതിയായിരുന്നു.
അത്രയുണ്ട് കേട്ടോ ഇവിടെ പെറുക്കാനായിട്ട്. ഈ കരിയിലകളുടെ അടിയിലൊക്കെ ഇഷ്ടം പോലെ കുരുമുളക് വീണ് കിടപ്പുണ്ട്. പട്ടത്തണ്ടുകളും ഇഷ്ടം പോലെ വീണ് കിടക്കുന്നുണ്ട്. തേങ്ങയൊന്നും നോക്കിയിട്ട് കണ്ടില്ല. അവിടെ എവിടെയെങ്കിലുമൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. ഈ അറ്റത്തുള്ള തെങ്ങുന്നൊക്കെ തേങ്ങ വീണ് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ കാണുന്ന ഏരിയയിലൊക്കെയാണ് മെയിനായിട്ട് വീഴുന്നത്. നമുക്ക് അവിടെയും കൂടി ഒന്ന് ഇറങ്ങി തപ്പി നോക്കാം. കിട്ടാതിരിക്കില്ല, 1-2 കിട്ടാതിരിക്കില്ല. ഇതിനകത്ത് വല്ല പാമ്പ വല്ലതും ഉണ്ടെങ്കിൽ അറിയില്ല, അതാണ് മെയിനായിട്ട്. കാരണം അത്രയും ഇലകൾ ഇവിടെ മൂടിക്കിടക്കുന്നുണ്ട്. 5 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഇത് നമുക്കുള്ളത്. ഇവിടെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല ഗൈസ്. പട്ടത്തണ്ട് കുറേ വീണ് കിടക്കുന്നുണ്ട്. ഈ പട്ടത്തണ്ടൊക്കെ നമ്മുടെ തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ വളപ്പിലേക്ക് വലിച്ചു കയറ്റാം. ഈ കാണുന്നതൊന്നും അല്ല കേട്ടോ. ഇവിടെ എല്ലാവിടെയും കുരുമുളക് വീണ് കിടക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ മരത്തിൻ്റെ ചുവട്ടിലും അച്ഛൻ കുരുമുളക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ കുരുമുളക് ധാരാളം വീണ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ടാസ്ക്. ഇതുകൊണ്ട് കിടക്കണ ഒരാൾ പഴുത്തിട്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും ഗൈസ്? ടാങ്ക് കവറിൽ എപ്പോഴും ഒരു കവർ വെക്കുന്നതാണ്, എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമെന്ന് കരുതിയിട്ട്. ഇന്നലെ അത് വണ്ടിയിൽ പോയപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതങ്ങനെ വീട്ടിൽ കൊടുത്തു. തിരിച്ച് വണ്ടിയിൽ വെക്കാൻ മറന്നുപോയി. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ധാരാളം, നോക്കിയേ, ഒരുപാട് കുരുമുളകുകൾ ഇവിടെ നിലത്ത് വീണിട്ട്. ഫോക്കസ് കിട്ടുന്നില്ലല്ലോ. കുറേ കുരുമുളക് ഇവിടെ വേസ്റ്റായിട്ട് പോയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് കണ്ടോ ഗൈസ്, എല്ലാ മരത്തിലും ഉണ്ട്. തെങ്ങിലും അതിൻ്റെ ചുവട്ടിലൊക്കെ കുറേ കുരുമുളക് തൈ വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് തേങ്ങയുണ്ടോ നോക്കാൻ വന്നതാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ നിറയെ രാജാവിനെയാണ് കിട്ടിയിരിക്കുന്നത്. തൊടുമ്പോഴേക്കും ഇത് നമ്മുടെ കയ്യിൽ കൂടെ വരുവാണ്. കണ്ടോ, പഴുത്തു സംഭവം. അപ്പം ഞാൻ വീട്ടിലേക്ക് പോകണം. ഇവിടുത്തെ പണി ഇനിയും ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് റേഷൻ കട വരെ പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് തൽക്കാലത്തെ നമ്മുടെ പണി സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി വന്നിട്ട് ഇതിൽ കുറേ പറിക്കാനുണ്ട്. കണ്ടോ, എല്ലാം ഉണങ്ങി സെറ്റായി. ഇതുണ്ട്, അതൊക്കെ ഏത് നിമിഷവും വീഴുന്നുള്ള അവസ്ഥയിലാണ്. കുറേ ഉണ്ട് കേട്ടോ. ഒരു ദിവസം പോകുന്നത് അറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മുടെ കുരുമുളക് കൊണ്ടുപോകാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തോന്നിയ ഒരു ബുദ്ധിയാണ് കേട്ടോ. നമ്മുടെ കുരുമുളകിനെ എടുത്തിട്ട് അങ്ങോട്ട് കമത്താം. എന്നിട്ട് ഈ 4
മൂലയിലും പിടിച്ചിട്ട് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിലോട്ട് അങ്ങനെ കൊണ്ടുവന്നാൽ ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം, വേറെ വഴിയില്ല. ഈ കാണുന്ന മരത്തിലുള്ള കുരുമുളക് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പകുതി മുക്കാലും നല്ലതുപോലെ പഴുത്തിട്ടുണ്ട്. പരമാവധി കയ്യെത്തുന്നത്രയും ഞാൻ വലിച്ചു. ഇതുണ്ടോ, ഇതൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട്. അയ്യോ, കണ്ടോ തൊടുമ്പോഴേക്കും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കുരുമുളക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് വലിക്കാനുണ്ട് കേട്ടോ. പക്ഷെ ഒറ്റയ്ക്ക് ഇതൊന്ന് കുരുമുളക് വലിക്കുന്നത് കുറച്ച് സീന് പരിപാടിയാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, ഒരു സഞ്ചിയും കൂടി കൊണ്ടുവരണം, എന്നാലേ നടക്കുള്ളൂ. കാരണം അത്രയും ഉണ്ട്. ഇത് തന്നെ നമ്മൾ ടവലിൽ വെച്ച് കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അത്യാവശ്യം തേങ്ങ ഉണ്ട് കേട്ടോ. ഒരു തെങ്ങിൽ മാത്രമാണ് കുറച്ച് തേങ്ങ കുറവുള്ളത്. ഇനിയിപ്പോൾ അടുത്ത മാസം വിഷു അല്ല, അപ്പോഴത്തേക്കും തേങ്ങ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. ഓ, എന്താ ഒരു ചൂടാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു, ഇറ്റ്സ് മീ ഹരി. ടാറ്റാ, ബൈ ബൈ. ചേട്ടാ, ഒരു സർബത്ത് വെള്ളം മതി. നമ്മുടെ കുരുമുളക് എത്രയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കാം. തൊള്ളായിരം ഗ്രാം.